ന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവമുണ്ടോ എന്നുള്ളതാണ്. വചനം ഇപ്രകാരം പറയുന്നു: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവത്തെ അംഗീകരിക്കുകയോ അവന് വിശ്വസിക്കുകയോ ചെയ്യാത്തവരെയാണ് ലോകം എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത്. ഇന്ന് മതപരമായ നിസ്സംഗതയും അവഗണനയും മൂലം പലരും ദൈവത്തെ നിരസിക്കുന്നു. ധനികനായ വിട്ടി അനേക വർഷങ്ങൾക്കുള്ള സമ്പത്ത് കൂട്ടിവച്ചിട്ട് അവൻ തിന്നാനും കുടിക്കാനും ആഹ്ലാദിക്കാനും തുടങ്ങി. അതേ രാത്രിയിൽ തന്നെ ദൈവം അവന്റെ ജീവൻ ആവശ്യപ്പെട്ടു. ഇന്ന് പലരും തങ്ങളുടെ ധനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു. ദൈവത്തിൽ അവർക്ക് വിശ്വാസം ഇല്ല. ഒരു സംഭവം ഞാൻ പറയാം. ഒരു വൈദികന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ഈ വൈദികൻ അമേരിക്കയിൽ നിന്നും മടങ്ങി വരാൻ ഒരുങ്ങിയായിരുന്നു. രാത്രി 9 മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ഏറെ മണിക്കൂറുകൾ വൈകിയതിനാൽ യാത്രക്കാർക്ക് രാത്രി തങ്ങാൻ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരവസരം കിട്ടിയാൽ യേശുവിനെ കുറിച്ച് സംസാരിക്കുക ഈ വൈദികന്റെ സ്വഭാവമാണ്. ഈ വൈദികന്റെ മുറിക്ക് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ദമ്പതികൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളായി പോകുന്നത്. ഇതൊരു വൈദികൻ ആണ് എന്നറിഞ്ഞപ്പോൾ എന്തിനാണ് അമേരിക്കയിലേക്ക് പോയത് എന്ന് അവർക്ക് അറിയണമായിരുന്നു. വൈദികൻ പറഞ്ഞു, ബൈബിൾ പ്രഘോഷിക്കുവാൻ എന്ന്. ഉടൻ അവൻ വൈദികനെ പരിഹസിച്ചു പറഞ്ഞു, ഈ ഭൂമിയിൽ ഇപ്പോഴും ഈ മാതിരി വിഡ്ഢികളുണ്ടോ? വൈദികൻ പറഞ്ഞു, ഇതുപോലെ അനേകം വിഡ്ഢികളുണ്ട്. അവരിൽ ഒരാളാണ് ഞാൻ. അവൻ ടിക്കറ്റിന്റെ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. ഈ വൈദികന്റെ ടിക്കറ്റ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നറിയാൻ അവൻ കൗതുകം പ്രകടിപ്പിച്ചു. ടിക്കറ്റ് പ്രത്യേകമായി ഇൻഷുർ ചെയ്തതാണോ എന്ന് അവൻ ചോദിച്ചു. വൈദികൻ പറഞ്ഞു, എൻ്റെ ടിക്കറ്റുകൾ പണ്ടേ യേശുവിന്റെ കമ്പനിയിൽ ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വിചാരിച്ചത് താങ്കൾ ഒരു വിഡ്ഢി മാത്രമാണ് എന്നാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി താങ്കൾ ഒരു പമ്പര വിഡ്ഢിയാണെന്ന്. എൻ്റെ ടിക്കറ്റ് ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. അവൻ തുടർന്നു, നിങ്ങൾ ഇന്ത്യക്കാർ ദരിദ്രരായതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമായിരിക്കാം. എന്നാൽ ഞങ്ങൾക്ക് അവനെ ആവശ്യമേ ഇല്ല. സംസാരം നിർത്തി വൈദികൻ ഉറങ്ങുവാൻ പോകുമ്പോൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആ വൈദികൻ ചെയ്തത്. രാവിലെ പല പല കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. വൈദികന്റെ അടുത്ത് തന്നെ ആണ് ഫ്ലൈറ്റിൽ അവൻ ഇരുന്നത്. സീറ്റ് ബെൽറ്റ് അഴിക്കുവാനുള്ള പച്ച സിഗ്നൽ കിട്ടിയപ്പോൾ അസാധാരണമായ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങുകയും എയർക്രാഫ്റ്റ് ഭയങ്കരമായിട്ട് കുലുങ്ങുകയും ചെയ്തു. പൈലറ്റ് ആശ്വസിപ്പിച്ചുകൊണ്ട്, നമ്മൾ ഒരു എയർ പോക്കറ്റിൽ പെട്ടുപോയതിനാലാണ് ഈ ഇളക്കം എന്ന് പറഞ്ഞു. പ്ലെയിൻ വളരെ ശക്തമായി ഉലയുവാൻ തുടങ്ങി. ആളുകൾ ഭയചകിതരായി എയർക്രാഫ്റ്റ് താഴെ വീഴുമെന്ന് വിചാരിച്ച് കരയുവാൻ തുടങ്ങി. പൈലറ്റ് പല പ്രാവശ്യം ശാന്തമാകുവാൻ യാത്രക്കാരോട് അപേക്ഷിച്ചെങ്കിലും അവനെ വിശ്വസിക്കുവാൻ ആരും തയ്യാറല്ലായിരുന്നു. വിമാനം പൊട്ടിത്തകരുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. വൈദികന്റെ അടുത്തിരുന്ന ആൾ അല്പം വിറയലോടെ ചോദിച്ചു, ഇതെന്താണച്ച എന്ന്. ഒരു ചിരിയോടെ വൈദികൻ പറഞ്ഞു, ഇനിയും സ്വർഗത്തിലേക്ക് ഏതാനും കിലോമീറ്ററുകൾ മാത്രം. വൈദികന്റെ തമാശ കേട്ട അവൻ പറഞ്ഞു, അതെ അച്ഛ, നമ്മൾ ഈ എയർക്രാഫ്റ്റിനുള്ളിൽ മരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊരു ദൈവത്തെ ആവശ്യമില്ല എന്ന് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും കത്തോലിക്കരാണ്. ഞങ്ങൾ ക്രിസ്തീയ ആചാരങ്ങൾ പാലിക്കാത്തവരാണ്. ഇന്ത്യ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പുരോഹിതൻ എന്ന നിലയിൽ സന്തോഷത്തോടെ മരിക്കുവാൻ എങ്ങനെ ഒരുങ്ങണമെന്ന് ഞങ്ങളോട് പറഞ്ഞു തരിക. അവരോട് ഈ വൈദികൻ പറഞ്ഞു, സീറ്റ് ബെൽറ്റ് അഴിച്ച് എന്നോടൊപ്പം നിന്ന് യേശുവിന്റെ നാമം ഉറക്കെ വിളിക്കുവാൻ.
എല്ലാവരും ഉച്ചത്തിൽ യേശു യേശു എന്ന് സർവശക്തി ഉപയോഗിച്ച് വിളിക്കുവാൻ തുടങ്ങി. ഒപ്പമുണ്ടായിരുന്ന 356 യാത്രക്കാരും ഒന്നു ചേർന്ന് ഉച്ചത്തിൽ വിളിച്ചു യേശു യേശു എന്ന്. ആ നിമിഷം സ്വർഗം ഭൂമിയെ തൊടുന്ന നിമിഷമായിരുന്നു. വചനം ഇപ്രകാരം പറയുന്നു: വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ആ എയർക്രാഫ്റ്റിൽ യേശു വളരെ ശക്തി പ്രഭാവത്തോടെ നിൽക്കുന്നതായി ഈ വൈദികൻ കണ്ടു. അവിടുന്ന് അടുത്തു നിന്നവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ വൈദികൻ പറഞ്ഞു: ഭയപ്പെടേണ്ട, യേശു നമ്മോടൊപ്പമുണ്ട്. യേശുവിന്റെ നാമം മഹത്വവും ശക്തിയേറിയതുമാണ്. നാം അവന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവൻ അവിടെയുണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കി. എല്ലാവരുടെയും കണ്ണുകളിൽ ദൈവത്തോട് നന്ദി പറയുന്ന കണ്ണീർ കണങ്ങൾ പൊടിച്ചു നിന്നു. ഓരോരുത്തരും പറഞ്ഞു, യേശു നമ്മെ രക്ഷിച്ചു എന്ന്. ഇതൊരു നടന്ന ഒരു സംഭവം, ഒരു വൈദികന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു തരി ബുദ്ധിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വാച്ച് എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഈ വാച്ച് തനിയെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ അത് തനിയെ ഉണ്ടായതല്ലെന്നും അതിനൊരു നിർമ്മാതാവ് ഉണ്ടെന്നും നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഇത്രയും വലിയ പ്രപഞ്ചത്തിന് ഒരു നിർമ്മാതാവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഉറപ്പാണ്. പല മതസ്ഥരും പല പേരുകളിലാണ് ദൈവത്തെ വിളിക്കുന്നത് എങ്കിലും ദൈവം എന്ന ഒരു സത്യമുണ്ട് എന്ന് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നത് മൂഢതയാണ് എന്ന് വളരെ വ്യക്തമാണ്. ദൈവം എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിലും അത് ഉണ്ട് എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ കേട്ടിരുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റു മതസ്ഥര് ഏത് പേരിട്ട് ദൈവത്തെ വിളിച്ചാലും ദൈവം എന്ന ഒരു സത്യമുണ്ട് എന്ന് ഉറപ്പാണ്. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.